നമസ്കാരം. കേരള കണക്റ്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ECV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു കുട്ടിയെ പഠിച്ച് അവൻ്റെ ഒരു പഠിപ്പിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞൊരു ജോലി കിട്ടി സെൽഫായിട്ട് നല്ല രീതിയിൽ മുന്നേറാൻ പ്രാപ്തനാക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ്. പക്ഷേ അതിനേക്കാളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പൊതുവിദ്യാഭ്യാസത്തെയൊക്കെ കൂടെ ഒന്ന് പരിഗണിക്കുമ്പോൾ തീർച്ചയായും നല്ല സിറ്റിസൺസിനെ, നല്ല പൗരരെ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസം ഓരോ ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ, ഏറ്റവും മികച്ച സിറ്റിസൺസിനെ സൃഷ്ടിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയായി നമ്മുടെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിന് മുകളിലേക്ക്, അതായത് കോളേജ് തലത്തിലുമൊക്കെ NSS അഥവാ നാഷണൽ സർവീസ് സ്കീം വളരെ പോപ്പുലറാണ്. വളരെയധികം വർഷങ്ങളായിട്ട് ഒരുപാട് കുട്ടികൾ NSS വോളണ്ടിയേഴ്സായിട്ടൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ അവരുടെ സർവീസ് വളരെ വിസിബിളായി തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് NSSൻ്റെ അഥവാ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രാധാന്യം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നൊരു ഗസ്റ്റിനെയാണ് നമുക്ക് ഇന്ന് എപ്പിസോഡിൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഡോക്ടർ S. സന്തോഷ് കുമാറാണ്. ഹയർ സെക്കൻഡറി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററാണ്. സാറിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പം പ്രേക്ഷകരോടായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നമ്മുടെ കേരള കണക്റ്റ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പൊതുവിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് NSSൻ്റെ അഥവാ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രാധാന്യം എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളം മുഴുവൻ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറായിട്ടുള്ള ഡോക്ടർ S. സന്തോഷ് കുമാർ സാറാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. സാറിനോട് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, വിളിക്കുക, ചോദിക്കുക. കൂടാതെ വാട്സാപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജുകളായിട്ട് നമ്മളെ അറിയിക്കാവുന്നതാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സാറ് ലൈവിൽ തന്നെ നൽകുന്നതാണ്. അപ്പോൾ നമുക്കിനി സംശയങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം സാർ. ഒരിക്കൽ കൂടി സാർ, ഈ NSS എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിയെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, നമ്മൾ കേവലം അക്കാഡമിക്സിൽ പഠിപ്പിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഒരു സിലബസിനെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് തലങ്ങളിലേക്കൊരു വിദ്യാർത്ഥി ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ പല തലത്തിൽ നിന്ന് പെർഫോം ചെയ്യേണ്ട സാഹചര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലൊരു പൂർണ്ണമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എല്ലാം കവർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് NSSൻ്റെതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് NSS അഥവാ നാഷണൽ സർവീസ് സ്കീം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നാഷണൽ സർവീസ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്ര സേവന പദ്ധതി, ഗാന്ധിയുടെ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധതയോടെ വളർത്തിയെടുക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ വ്യക്തിവികാസം തന്നെയാണ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ വ്യക്തിവികാസം തന്നെയാണ് ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ആ വ്യക്തിവികാസത്തിലേക്ക് അവരെ നയിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ പുനർനിർമ്മിക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനൊക്കെ അവരെ പ്രാപ്തരാക്കുക. അതിന് അനുസരിച്ചുള്ള പദ്ധതികളും പരിപാടികളുമാണ് NSS എക്കാലത്തും തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഡിസൈനാണ് നാഷണൽ സർവീസ് സ്കീമിനുള്ളത്. സർ, നമ്മൾ കുട്ടികളിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഔട്ട്വേർഡ് നോക്കുക, നമ്മളിലേക്ക് ചുരുങ്ങാതെ പുറത്തേക്ക് കൂടി നോക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പം ആ തരത്തിലേക്ക് യോഗ്യരായിട്ടുള്ള കുട്ടികൾ, എല്ലാ കുഞ്ഞുങ്ങളും യോഗ്യത തന്നെയാണ്, പക്ഷേ അതിൽ ചിലർക്ക് ചില ഘട്ടങ്ങളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഈ NSSൽ എങ്ങനെയാണ് കുട്ടികളെ എൻറോൾ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കാറുള്ളത്? ഇപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതൊരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചവിട്ടുപടിയായിട്ടുള്ള ഒരു കോഴ്സാണ്, ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. കൗമാരക്കാരായിട്ടുള്ള വളരെ ഊർജ്ജസ്വലരായ
കുട്ടികളാണ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലേക്ക് അഡ്മിഷൻ എടുത്ത് കടന്നു വരാറുള്ളത്. അങ്ങനെ കടന്നു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കാദമിക പ്രവർത്തനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാൽ അക്കാദമിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ടതല്ലാതെ അതിനോട് ചേർന്ന് തന്നെ പരമാവധി എന്ത് ചെയ്യുക, പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് NSS സ്വീകരിച്ചിട്ടുള്ളത്. പരമാവധി അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ക്യാമ്പസിനുള്ളിലും അതോടൊപ്പം തന്നെ അവർക്ക് ക്യാമ്പസിന് വെളിയിലിറങ്ങി ഒരു കമ്മ്യൂണിറ്റി വർക്കിനുള്ള അവസരം കൊടുക്കുകയും പ്രത്യേക ക്യാമ്പുകളടക്കം സജ്ജീകരിച്ചുകൊണ്ട് അവർക്ക് ജീവിത നൈപുണ്യങ്ങളൊക്കെ പകർന്ന് നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തെ തിരിച്ചറിയാനും സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനസമൂഹത്തെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമൊക്കെയാണ് NSS നൽകുന്നത്. കൂടുതലും എന്താണ്, സാമൂഹിക പ്രവർത്തനം എന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അക്കാദമിക വളർച്ചയോടൊപ്പം തന്നെ തൻ്റെ മറ്റെല്ലാ കഴിവുകളെയും വികസിപ്പിക്കാനുള്ള ഒരവസരമാണ് NSS നൽകിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പം ഈ NSS എന്ന് പറയുന്നത് ഒരു മൂല്യാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകാൻ കുഞ്ഞുങ്ങളെ പ്രാക്ടിക്കലി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ തോന്നും അല്ലേ. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ പല ജില്ലകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ, NSS വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് സമൂഹത്തിൽ വ്യത്യസ്തരായിട്ട് ഈ ആവശ്യം ഉള്ളവർക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ വെയിറ്റിംഗ് ആണ് സാർ, അതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഇതാരാണ്? നമസ്കാരം, എൻ്റെ പേര് സരിത എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു സരിത? ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ സരിത, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ NSSന്റെ അഥവാ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ സന്തോഷ് കുമാറാണ് ഗസ്റ്റ് ആയിട്ടുള്ളത്. സംസാരിക്കാം. നമസ്കാരം സാർ, ഞാൻ കാണുന്നുണ്ടായിരുന്നു ലൈവ്. അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ഒരു കുറെ നാളുകളായിട്ടുള്ള എൻ്റെ മനസ്സിലുള്ളൊരു ഒരു കാര്യം ചോദിക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ എവിടെ ചോദിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് കണ്ട ഉടനെ തന്നെ വിളിച്ചത്. എൻ്റെ മകനിപ്പം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുകയാണ്. അപ്പം അവര് NSSന്റെ സ്കൂള് +1 ആയപ്പോ തന്നെ NSSന്റെ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തി സ്കൂളിൽ നിന്ന് അവർക്ക് NSSന് വേണ്ടിയിട്ട് അവരങ്ങനെ ചൂസ് ചെയ്തു. സ്കൂളിൽ ഒരു മാനേജ്മെന്റ് സ്കൂളാണത്. പക്ഷെ ഈ NSS കൊണ്ട് ആ സ്കൂളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ഈ ഗാന്ധി ജയന്തി ഒക്കെ വരുമ്പോഴത്തേനുള്ള സർവീസുകൾ, യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴത്തേനുള്ള സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. പിന്നെ വർഷത്തിൽ എന്തോ ഒരു പ്രാവശ്യം എന്തോ അവർക്കൊരു ക്യാമ്പ് എന്തോ ഉണ്ട് എന്ന് മാത്രമാണുള്ളത്. അല്ലാതെ ഈ സ്കൂള് വെച്ചിട്ട് ഈ സ്കൂളിൽ നിന്ന് പുറത്തോട്ടുള്ളവർക്കും NSS വെച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ NSSന്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പിള്ളേർ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. എൻ്റെ മോന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് പറഞ്ഞാലും ചെയ്യാം എന്നുള്ള വില്ലിങ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെയാണ്. എല്ലാവരും നല്ല മിടുക്കര് പിള്ളേരാണ്. പക്ഷെ ആ കുട്ടികളെ വെച്ചിട്ട് ഇവർക്ക് ആ സ്കൂളുകൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനി അറിയാത്തത് കൊണ്ടാണോ അവർക്ക് പരിമിതികളുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അതെന്തെങ്കിലും എന്താണ് അതിന്റെ ഒരു സാധ്യതയെന്നൊന്ന് സമൂഹത്തിന് വേണ്ടി ഈ കുട്ടികളെ വെച്ചിട്ട് എന്തെങ്കിലും സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? എങ്കിൽ ഒരു PTA മീറ്റിങ്ങിനെങ്കിലും പോകുമ്പോൾ നമുക്കിത് അവരോട് പറയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കുട്ടികളെ സാമൂഹിക പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുക, അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് NSSന്റെ പ്രവർത്തന ലക്ഷ്യം. അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ പ്രവർത്തന രൂപരേഖ നമ്മൾ വിദ്യാലയങ്ങൾക്ക് നൽകാറുണ്ട്, പ്രിൻസിപ്പൽമാർക്കും. അതോടൊപ്പം തന്നെ ഇതിനെ വിദ്യാലയങ്ങളിൽ നയിക്കുന്ന പ്രോഗ്രാം ഓഫീസർമാർ, അസിസ്റ്റൻ്റ് പ്രോഗ്രാം ഓഫീസർമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായ പരിശീലനം, അതോടൊപ്പം തന്നെ വോളണ്ടിയർ ലീഡർമാരുണ്ട്. അവർക്കൊക്കെ കൃത്യമായ പരിശീലന പരിപാടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് NSSനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടി എൻറോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സ്പെസിഫിക് ഓറിയൻറ്റേഷൻ, അതായത് NSSൻ്റെ ചരിത്രവും പ്രവർത്തനങ്ങളും ഒക്കെ അവനെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ്, ക്ലസ്റ്റർ
കൺവീനർമാരുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട്. ഒപ്പം തന്നെ ജനറൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അതായത് ഇപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളായിരിക്കും, ജീവിത നൈപുണ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കാം. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പരിപാടികളും നടക്കാറുണ്ട്. ഒപ്പം തന്നെ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു പ്രത്യേകമായ സ്ലോട്ട് തന്നെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിനുണ്ട്. ക്യാമ്പസ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കണം ഓരോ വർഷവുമെന്ന് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഒപ്പം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ഈ ഓരോ ഇനത്തിലും എത്ര മണിക്കൂർ, അതായത് ഒരു കുട്ടി ഒരു അക്കാദമിക വർഷം 120 മണിക്കൂറാണ് ഈ നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ട സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത്. രണ്ടാം വർഷവും 120 മണിക്കൂർ, അങ്ങനെ ആകെ 240 മണിക്കൂർ മിനിമം ഒരു കുട്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവൻ NSSുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുക. ഏതായാലും വളരെ വലിയ പ്രവർത്തനങ്ങളാണ് NSS നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അവതാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പ്രകൃതിക്ഷോഭം സംഭവിക്കുകയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കെടുതികളിൽ ജനം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഇപ്പോൾ ഇന്ന് തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുവാൻ വളരെ കൃത്യമായി NSSൻ്റെ സംസ്ഥാന സംവിധാനങ്ങൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. കുട്ടികൾ ഇപ്പോൾ തന്നെ ഫീൽഡിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പാലിയേറ്റീവ്, ഇപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ജീവിത പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് ഉപജീവന മാർഗങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്നേഹഭവനങ്ങൾ NSSൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രവർത്തനമാണ്. നമ്മുടെ കേരളത്തിൽ വീടുകളില്ലാത്തവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുക. 100 കണക്കിന് വീടുകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ തയ്യാറാക്കി നൽകിയത്. ഈ വർഷവും ഞാനിപ്പോൾ ഈ ഒരു കോർഡിനേറ്ററുടെ ചുമതല നടത്തിയ ആദ്യ പ്രവൃത്തി തന്നെ ഇടുക്കി ജില്ലയിലെ കൂമ്പൻപാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ, അവിടുത്തെ തന്നെ ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്നതിൻ്റെ ആ പ്ലാൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തന്നെ. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ മാത്രമല്ല, ക്യാമ്പസിൽ മാത്രമല്ല, ഔട്ട് ഓഫ് ക്യാമ്പസിന് പുറത്തും സമൂഹത്തിലും നാട്ടിലും ഗ്രാമങ്ങളിലുമൊക്കെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് NSSനുള്ളത്. പ്രത്യേകിച്ച് NSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം മാനസ ഗ്രാമങ്ങളിലാണ്. അതായത് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഓരോ യൂണിറ്റും ഒരു ദത്ത് ഗ്രാമം ആ യൂണിറ്റിനുണ്ടാവണം. ആ ദത്ത് ഗ്രാമത്തിൽ ഇപ്പോൾ അതിന് നൽകിയിട്ടുള്ള പേരാണ് ഈ മാനസ ഗ്രാമം എന്നുള്ളത്. അതായത് മനസ്സ് നന്നാവട്ടെ എന്നുള്ളതാണ് NSSൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതിൻ്റെ NSSൻ്റെ ഗീതം തുടങ്ങുന്നത് തന്നെ മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്നുള്ള വരികളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസ ഗ്രാമങ്ങളിൽ പരമാവധി എല്ലാ തരം ആരോഗ്യ പ്രവർത്തനങ്ങളായാലും ശുചീകരണ പ്രവർത്തനങ്ങളായാലും രോഗികളെ സഹായിക്കുന്ന കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ദത്ത് ഗ്രാമത്തിൽ ഉൾപ്പെടെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിദ്യാലയത്തിൽ അത്തരം എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സർ, നമ്മൾ കോളിന് മുമ്പ് ചോദിച്ചത് ഈ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ മഴ പെയ്ത് ദുരിതത്തിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ് NSS ആശ്വാസമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി. പക്ഷെ എനിക്കുള്ളൊരു സംശയം, അതായത് NSSൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾ. പക്ഷെ അതിൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം കാണും, പക്ഷേ ഇതുപോലുള്ള അപകട സാധ്യതാ മേഖലകളിൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇതിൻ്റെ ഭാഗമായി അയക്കാൻ എല്ലാ പേരൻസിനും ചിലപ്പോൾ പൂർണ്ണമായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ അല്പ ഭയമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരാം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പരിമിതികളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഒന്ന്, ഇത്തരം മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നമ്മൾ വോളണ്ടിയേഴ്സിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനത്തിൻ്റെയൊക്കെ സഹായം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അറിയാം, നമുക്ക് ഈ
വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ന് രംഗത്തുള്ളത്. ഹയർ സെക്കൻഡറിക്കാരോട് തൽക്കാലം ഇറങ്ങേണ്ട, കാരണം ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളാണ്. അപ്പോൾ ഇന്ന് അവധി അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ ഇന്ന് തൽക്കാലം കേന്ദ്രീകരിക്കാനും വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. സാർ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഇപ്പോൾ ഒരു കുട്ടിക്ക് NSSന്റെ ഭാഗമാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിച്ച്, കാരണം ഒരു വിദ്യാലയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100 കുട്ടികളുടെ യൂണിറ്റ് ആണ് വരുന്നത് അല്ലെ, 2 യൂണിറ്റോ അതോ ഒരു യൂണിറ്റിൽ 100 കുട്ടികളാണ് വരുന്നത്. അപ്പോൾ അതിലധികം കുട്ടികൾ ചിലപ്പോൾ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടാവും NSSന്റെ ഭാഗം, കാരണം പ്രത്യേകിച്ച് ഗ്രേസ് മാർക്ക് പോലുള്ള സാധ്യതകൾ. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിന് ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമുക്ക് ഹയർ സെക്കൻഡറി NSSനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റിൽ 100 കുട്ടികളാണ്. സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു കോളർ നമുക്ക് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് തന്നെ വരാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷാഹിദയാണ്. എവിടുന്ന് വിളിക്കുന്നു? പാലക്കാട് വിളിക്കുന്നത്. ഓക്കെ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ NSSന്റെ അഥവാ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ S. സന്തോഷ് കുമാറിന് സംസാരിക്കാം. സംസാരിച്ചോളൂ, ചോദിച്ചോളൂ ചോദ്യം. സംസ്ഥാന തലത്തില് NSSന് എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടോ, പുതിയ പ്രോഗ്രാമുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പറയാം സാർ ഉത്തരം. സംസ്ഥാന തലത്തിൽ എല്ലാ വർഷവും NSSന് കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ ആക്ഷൻ പ്ലാന് നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ച് പാസ്സാക്കിയതിന് ശേഷമാണ് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത്. ഈ വർഷം നമുക്കറിയാം ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ലഹരിമുക്ത പ്രവർത്തനങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ NSSൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഹയർ സെക്കൻഡറി NSS പ്രത്യേകമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു NSS വോളണ്ടിയറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുടെ വ്യക്തിവികാസം തന്നെയാണ്. കുട്ടികൾ ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കും മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് NSSൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം ഈ വർഷം ഞങ്ങൾ ചർച്ചയിൽ, അതിൻ്റെ റീജിയണൽ പ്രോഗ്രാം കൺവീനർമാർ, ജില്ലാ കൺവീനർമാരുടെയൊക്കെ ഒരു ചർച്ച കഴിഞ്ഞു. അപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പബ്ലിക് സ്പീക്കിംഗ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കുട്ടികളുടേത് വളർത്തിയെടുക്കുവാൻ ഇനി എന്തൊക്കെ അഡീഷണൽ പ്രോഗ്രാംസ് ചേർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സംരംഭകത്വം ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുടുംബശ്രീ പോലെയുള്ള ഗ്രാമാന്തരങ്ങളിൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ സംരംഭകത്വം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികളുമായിട്ടാണ് ഇത്തവണത്തെ NSSൻ്റെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, നമ്മൾ ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിലെ ക്രൈറ്റീരിയ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം സാർ. സൂചിപ്പിച്ചതുപോലെ തന്നെ 100 വോളണ്ടിയേഴ്സാണ് ഒരു യൂണിറ്റിലുള്ളത്. ചില വിദ്യാലയങ്ങളിൽ ഇപ്പോൾ അഡീഷണൽ യൂണിറ്റുകളും നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 7 വരെ വിദ്യാലയങ്ങൾക്ക് അത് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളാണ്. അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഉള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്ക് 2 തരം യൂണിറ്റുകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് നൽകി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളുമുണ്ട്. അപ്പോൾ 100 കുട്ടികളാണുള്ളത്. അതിൽ ഫസ്റ്റ് ഇയർ കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവർക്ക് എൻറോൾമെൻറ്റിനുള്ള അവസരമാണുള്ളത്. 50 കുട്ടികളെയാണ് നമ്മൾ 1ാം വർഷ ഹയർ സെക്കൻഡറി കുട്ടികളിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിന് NSSന് പ്രത്യേകമായിട്ടുള്ള ഒരു അപേക്ഷാ ഫോമുണ്ട്. ആ അപേക്ഷാ ഫോം എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യും. അതിനുശേഷം അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുകയും അത് സോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തെയും പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ എൻറോൾമെൻറ്റിലുണ്ട്. അതിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അതോടൊപ്പം തന്നെ മറ്റ് SC ST വിഭാഗം കുട്ടികൾ, OBC കുട്ടികൾ, അത്തരത്തിലുള്ള എല്ലാവരെയും ചേർത്ത് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ സാധാരണ ഇവിടെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അതിൽ മാർക്ക് കൂടിയവരെന്നോ മാർക്ക് കുറഞ്ഞവരെന്നോ അത്തരത്തിലുള്ള പരിഗണനയൊന്നുമില്ല. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് 10ാം ക്ലാസ് വരെ അവർ നേടിയ അല്ലെങ്കിൽ അറിവുകളും കഴിവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പരിഗണന ഉണ്ടാവും. ചില പ്രത്യേക സർട്ടിഫിക്കറ്റുകളൊക്കെ അവർക്ക് സ്കൂൾ തലത്തിൽ
നിന്ന് SSLC അല്ലാതെ മറ്റ് അവരുടെ കഴിവുകൾ കലാരംഗത്ത് പ്രവർത്തിച്ചവരുണ്ടാവും, കായിക രംഗത്ത് പ്രവർത്തിച്ചവരുണ്ടാവും, NCC ഉണ്ടാവും, SPC പ്രവർത്തിച്ചവരുണ്ടാവും. അപ്പോൾ അവരുടെ അത്തരം മുൻകാല പ്രവർത്തനങ്ങൾ പരിഗണിക്കുകയും ഒപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അപേക്ഷകർ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തിരഞ്ഞെടുക്കലിൻ്റെ പ്രശ്നം വരും. അപ്പോൾ സ്കൂളുകളിൽ അവർക്ക് ചിലപ്പോൾ ഒരു പ്രസംഗ മത്സരമായിരിക്കാം, രചനാ മത്സരം സംഘടിപ്പിക്കുന്നു, ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു, ചില ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രിൻസിപ്പളിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ പ്രോഗ്രാം ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് കുട്ടികളെ സോർട്ട് ചെയ്ത് അവരുടെ ലിസ്റ്റൊക്കെ നോട്ടീസ് ബോർഡിൽ കൃത്യമായി പബ്ലിഷ് ചെയ്ത് അപേക്ഷിച്ചവരുടെയും പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെയൊക്കെ ലിസ്റ്റൊക്കെ കൃത്യമായി പബ്ലിഷ് ചെയ്താണ് നമ്മളിത് ഈ എൻറോൾമെൻറ്റ് നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ കുട്ടികളെ അധികമായിട്ട് അപേക്ഷകൾ വരുന്നെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മനസ്സിലാക്കേണ്ടത്. സർ നേരത്തെ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു 2 തരത്തിലാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ കൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന യൂണിറ്റുകളും ഉണ്ട്, അല്ലാതെ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ഈ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ച് എങ്ങനെയാണ് സാധാരണഗതിയിൽ അവർ അതിജീവിക്കുന്നത് സാറ് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്? കാരണം എപ്പോഴും ഇത്തരം സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു വലിയ ചാലഞ്ച് തന്നെയാണല്ലോ. നമ്മുടെ ഗ്രാൻഡ്സിനേഡ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് യൂണിറ്റുകൾക്ക് നേരിട്ട് ലഭിക്കുന്ന ഗ്രാൻഡ് ഉണ്ട്. ഒരു യൂണിറ്റിന് ഒരു വർഷം 75,000 രൂപയാണ് ഗ്രാൻഡായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളുടെ എണ്ണം 2000-ലധികം ഉണ്ട്. അപ്പോൾ പരമാവധി എല്ലാ വിദ്യാലയങ്ങളിലേക്കും NSSൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുന്ന മുറയ്ക്കാണ് ഗ്രാൻഡ് നൽകപ്പെടുന്ന യൂണിറ്റുകൾ അനുവദിക്കാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകൾ എന്നുള്ള ഒരാശയം കൂടി മുന്നോട്ട് വെച്ചിപ്പോൾ അത് കുറച്ച് വർഷങ്ങളായിട്ട് അത്തരത്തിൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളിൽ നിന്ന് അവർ തന്നെ ഒരു ചെറിയ നമ്മൾ മാർഗ്ഗനിർദ്ദേശങ്ങളിലുണ്ടത് 1100 രൂപയോളം ഒരു വർഷം കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന, അതായത് നമുക്ക് സ്പെഷ്യൽ ക്യാമ്പ് നിർബന്ധമാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം വോളണ്ടിയേഴ്സ് 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിർബന്ധമായും ഏർപ്പെടണം എന്ന് അതിൻ്റെ നോംസിൽ പറഞ്ഞിട്ടുണ്ട്, മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി ക്യാമ്പസ് പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ക്യാമ്പും. അപ്പോൾ അതുകൊണ്ട് 7 ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് നമുക്ക് ചിലവുകളുണ്ട്. അതിന് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളിൽ 700 രൂപയാണ് കുട്ടികളിൽ നിന്ന് രക്ഷകർത്താക്കളിൽ നിന്ന് അത് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് 400 രൂപയും. അപ്പോൾ ആ തരത്തിലാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2ാം വർഷ കുട്ടികൾ ഫസ്റ്റ് ഇയറിലാണ് ക്യാമ്പുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലായിരിക്കും ഈ ക്യാമ്പിൻ്റെ ഫണ്ട് സ്വരൂപിക്കുക. 2ാം വർഷം റെഗുലർ പ്രവർത്തനങ്ങൾ മാത്രമാണുള്ളത്. അതിന് 400 രൂപയാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞിരുന്നു ഏകദേശം 240 മണിക്കൂർ അല്ലേ, 240 മണിക്കൂർ 2 വർഷങ്ങളിലായിട്ട് ഒരു കുട്ടി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് സമൂഹത്തിന് വേണ്ടിയും സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ഈ ഹയർ സെക്കൻഡറി തലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പല നാഷണൽ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയമാകുമ്പോൾ കുട്ടികൾക്ക് അക്കാഡമിക് പ്രഷർ തന്നെ വല്ലാതെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് എത്രത്തോളമാണ് NSSൻ്റെ ആക്ടിവിറ്റീസിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പൂർണ്ണമായിട്ട് സാധിക്കുന്നത്? ഇപ്പോൾ ചിലരെങ്കിലും ഇതിൽ വോളണ്ടറി ആയിട്ട് ചേർന്നിട്ട് പിന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വല്ലതും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സാർ? പരമാവധി പഠന പ്രവർത്തനങ്ങളോട് ചേർന്ന് തന്നെ NSSൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പഠനത്തിൻ്റെ ഇടവേളകൾ, ഇൻ്റർവെൽ ടൈംസ്, അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിലൊക്കെ പരമാവധി അവധി ദിനങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നു. ക്ലാസ് ടൈം കഴിഞ്ഞ് ചെറിയൊരു സമയമൊക്കെ മിക്കവാറും യൂണിറ്റുകൾ മാറ്റിവെക്കാറുണ്ട്. അത്തരത്തിലാണ്. പിന്നെ ദിനാചരണങ്ങൾ, ഇപ്പോൾ അത്തരത്തിലുള്ള അവധി ദിനങ്ങളിലൊക്കെയാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇനി കുറച്ചുകൂടി വിശദമായിട്ട് NSSൻ്റെ ആക്ടിവിറ്റീസിലും അതിലെങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് NSS സഹായിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. സാർ, ഒരു ചെറിയ ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. കേരള കണക്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് NSSൻ്റെ അഥവാ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സന്തോഷ് കുമാറാണ്. അദ്ദേഹം ഹയർ സെക്കൻഡറി NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകാം. സാർ, ഇപ്പം കേരളത്തിൽ ആകെ ഏതാണ്ട് 2000
ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. 2200 അതായത് അതിൽ ഏകദേശം 1000-ഓളം വിദ്യാലയങ്ങളിലും NSSന്റെ യൂണിറ്റ് 1300 സ്കൂളുകളിലുണ്ട്. 1300 സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളുകൾ ഉണ്ടാവും, എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവും, ഇനി ഇത് രണ്ടും അല്ലാത്ത പ്രൈവറ്റ് പ്യൂർലി അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളും ഉണ്ടാവും. അപ്പോൾ ഇതൊരു കേരളം മുഴുവനുള്ളൊരു വലിയ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളും എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു നെറ്റ്വർക്ക് ഒരു പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതിനെ വിലയിരുത്തുക, ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, വാച്ച് ചെയ്യുക, കൃത്യമായി ഇത് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു വലിയ കോർഡിനേഷൻ ആവശ്യമാണല്ലോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാമോ? NSSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ നയിക്കുന്നത് ഇപ്പോൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആയാലും യൂണിവേഴ്സിറ്റികളായാലും മറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളായാലും അതിനൊക്കെ നയിക്കുന്ന റീജിയണൽ ഡയറക്ടറേറ്റ് ഉണ്ട്. അതിനൊരു റീജിയണൽ ഡയറക്ടറുണ്ട്. ഇപ്പോൾ YM ഉപ്പിൻ സാറാണ് അതിൻ്റെ ഒരു റീജിയണൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഓഫീസുണ്ട് വികാസ് ഭവനിൽ. അവിടെ മനുസാറാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആ പ്രവർത്തനങ്ങൾ നേരിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ്റെയും ഒക്കെ മേൽനോട്ടത്തിൽ ഹയർ സെക്കൻഡറി അക്കാഡമിക് ജോയിൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സെല്ല്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധികാര ഘടന അതിനുണ്ട്. അതോടൊപ്പം തന്നെ താഴെത്തട്ടിൽ നമുക്ക് റീജിയണൽ ലെവലിൽ കേരളത്തെ 5 റീജിയനാക്കി തിരിച്ചുകൊണ്ട് റീജിയണൽ പ്രോഗ്രാം കൺവീനർമാരുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ കൺവീനർമാരുണ്ട്. അതോടൊപ്പം തന്നെ 10 സ്കൂളുകളെ ക്ലബ് ചെയ്തുകൊണ്ട് ക്ലസ്റ്റർ ചെയ്തുകൊണ്ട് ക്ലസ്റ്റർ കൺവീനർമാരുണ്ട്. അതിൻ്റെ താഴെത്തട്ടിൽ സ്കൂൾ തലത്തിൽ പ്രിൻസിപ്പളും പ്രോഗ്രാം ഓഫീസറും അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഓഫീസർ, പിന്നെ മറ്റ് അധ്യാപകരുടെയും PTA രക്ഷകർത്താക്കളുടെയും ജനപ്രതിനിധികളൊക്കെ ഒരു പിന്തുണ. ആ തരത്തിലാണ് അതിൻ്റെ ഒരു സംഘടനാ രീതി. ഓക്കെ, അപ്പോൾ വലിയൊരു നെറ്റ്വർക്ക് അത് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. സാർ, ഒരു ചോദ്യം നമുക്ക് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. അത് അയച്ചിരിക്കുന്നത് സാജു ആണ്, എറണാകുളത്ത് നിന്നാണ് അയച്ചിരിക്കുന്നത്. ഈ NSSൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഭാവിയിൽ PSCയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ കിട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിലവിലെ നാഷണൽ സർവീസ് സ്കീം ഓൾ ഇന്ത്യസിന് അവർക്ക് അവരുടെ പരീക്ഷ കഴിയുമ്പോൾ അതിൽ ഗ്രേസ് മാർക്കാണ് ആഡ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ഓൾ ഇന്ത്യർക്ക് 20 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുക. അടുത്ത കാലത്ത് ഗ്രേസ് മാർക്ക് ഏകീകരിക്കുകയുണ്ടായി. മുമ്പ് 24 ഇപ്പോൾ ഗ്രേസ് മാർക്കുകൾ ഏകീകരിച്ചതിൻ്റെ ഫലമായിട്ട് 20 മാർക്കാണ്. പിന്നെ നാഷണൽ ക്യാമ്പുകളിൽ ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് 25 മാർക്ക് ഗ്രേസ് മാർക്കായിട്ടും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ച ചോദ്യം PSCയുമായി ബന്ധപ്പെട്ട് വെയിറ്റേജ് ഉണ്ടോ എന്നുള്ളതാണ്. പലതവണ ഇത്തരത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സെല്ലടക്കം പല ആലോചനകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അപ്പം നിലവിൽ വെയിറ്റേജ് മാർക്ക് ഇല്ല, ഭാവിയിൽ വന്നുകൂടായില്ല. കാരണം അത്തരത്തിൽ എന്താണ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നാഷണൽ സർവീസ് സ്കീം. തീർച്ചയായിട്ടും ഇതിലെ വോളണ്ടിയേഴ്സിന് അത്തരം ബെനിഫിറ്റുകൾ ലഭിക്കേണ്ടതാണെന്നാണ് കാലങ്ങളായി പ്രോഗ്രാം ഓഫീസറായിട്ടടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. ഓക്കെ സാറ്, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ സാറ് പറയുന്നതിനിടയിൽ പറഞ്ഞു ഇപ്പോൾ നാഷണൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് ക്യാമ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഗ്രേസ് മാർക്ക് 4 മാർക്ക് കൂടുതൽ അല്ലേ, 25 മാർക്ക് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ അടുത്ത ചോദ്യം, കുട്ടികളെല്ലാവരും NSSൻ്റെ ഭാഗമാവുന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ച് കുട്ടികൾക്കായിരിക്കും ഒരുപക്ഷെ ഒരു നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? കാരണം നമ്മളെല്ലാം ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ എവിടെയോ ചിലർക്ക് നാഷണൽ ക്യാമ്പിനൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പം എന്തുകൊണ്ടാണ് കുറച്ച് പേരെ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും മാനദണ്ഡം അവരുടെ പ്രവർത്തന മികവ് തന്നെയാണ് മാനദണ്ഡം. സ്കൂൾ തലത്തിലടക്കം ഇപ്പോൾ സ്കൂളിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ യൂണിറ്റിൽ അതിനെ ഒരു ടീമാക്കി സജ്ജീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തി മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നമ്മൾ വോളണ്ടിയർ ലീഡർമാരായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തി തന്നെയാണ് അവാർഡുകളും കുട്ടികൾക്ക് വോളണ്ടിയേഴ്സിനടക്കം അവാർഡുകളടക്കമുണ്ട്. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള കൃത്യമായ ഒരു മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. സർ, ഈ നാഷണൽ ക്യാമ്പുകൾ സാധാരണയായിട്ട് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ NSSൻ്റെ റീജിയണൽ സംവിധാനങ്ങളാണ് നാഷണൽ ക്യാമ്പുകൾ സജ്ജീകരിക്കാറുള്ളത്. ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ
ചേർന്ന യോഗത്തിൽ ഇത്തവണ കേരളത്തിൽ ഒരു നാഷണൽ ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ റീജിയണൽ ഡയറക്ടറെ വിവരം നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പരമാവധി കൂടുതൽ കുട്ടികളെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് കൂടുതൽ കുട്ടികളെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഹയർ സെക്കൻഡറി NSS സെല്ലിനുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നടത്തുകയും ചെയ്യും. സർ, ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ NSSുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർക്ക് നൽകുന്ന ട്രെയിനിങ്ങിലേക്ക് ഞാനൊന്ന് വരികയാണ്. അപ്പോൾ കൂടുതൽ മികച്ചൊരു മനുഷ്യനാകുക എന്നുള്ളതാണല്ലോ NSS കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയാണ്, ആരൊക്കെയാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു, ഇപ്പം ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കുള്ള സാന്ത്വനം അടക്കമുള്ള കാര്യങ്ങൾ നൽകുക, അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് കൃത്യമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതെന്ന് പറയാമോ? NSSൻ്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ സ്പെസിഫിക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് നടത്താറുള്ളത്. അത് NSSൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാത്രമായിരിക്കും അതിൽ നടക്കുക. പിന്നീട് നമ്മൾ ജനറൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബോധവൽക്കരണം, രക്തദാന ബോധവൽക്കരണം, ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണ്യങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ക്ലാസ്സുകൾ, കരിയർ ക്ലാസ്സുകൾ. അപ്പോൾ അത്തരത്തിൽ ഏതൊക്കെയാണോ ഇപ്പം നമുക്കറിയാം നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് സഹകരിച്ച് തന്നെയാണ് NSS ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മൾ NSSൻ്റെ രക്തദാന പ്രവർത്തനങ്ങൾ നടക്കുന്ന പോൾ ബ്ലഡ്, എനിക്കൊന്ന് പോൾ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ജീവദ്യുതി, ഇപ്പം NSS ആ പ്രൊജക്റ്റിന് കൊടുത്തിരിക്കുന്ന പേര് ജീവദ്യുതി എന്നാണ്. പിന്നെ പോലീസ് പോൾ ബ്ലഡുമായിട്ട് സഹകരിച്ച് ജീവദ്യുതി പോൾ ബ്ലഡ് എന്നുള്ള രീതിയിലാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി യുവജാഗരൻ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ നശാമുക്ത് ഭാരത് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് കുട്ടികളെ, യുവാക്കളെയും ഹയർ സെക്കൻഡറി NSSലും പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പരമാവധി പരിശീലനങ്ങൾ നൽകിയാണ് കുട്ടികളെ നമ്മൾ സജ്ജരാക്കുന്നത്. ഓക്കെ സർ, ഈ കമ്മ്യൂണിറ്റി സർവീസ് ആക്ടിവിറ്റീസ് വളരെ സജീവമായിട്ട് ചെയ്യുന്നതാണല്ലോ നാഷണൽ സർവീസ് സ്കീം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസസ് ആണ് അതിനകത്ത് സാധാരണ ഫോക്കസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും NSS അതിൻ്റെ കാലത്തിലൊക്കെ കൂടുതലും നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം, ശുചീകരണ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് മറ്റ് മേഖലകളിലേക്കും NSSൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ ഭവന നിർമ്മാണം അടക്കം. കാരണം ഒരു കുടുംബത്തിനൊരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്നേഹഭവനം എന്നാണ് നമ്മളിപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ. ഇപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഡിസ്കഷനിൽ അതൊരു സ്വപ്നക്കൂട് എന്നാക്കി മാറ്റുന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ ഏതായാലും അത്തരം ഏറ്റവും പ്രയാസപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെയൊക്കെ കഷ്ടതകൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു മേഖലയാണ് ഗോത്ര വിഭാഗങ്ങൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതലായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഗോത്രമേഖലയിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എന്ന് NSS ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന് തീരദേശ മേഖലയുടെ വിദ്യാഭ്യാസ വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കടക്കം ലിറ്ററസി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് നേരിട്ട് അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു ചോദ്യം കൂടി വാട്സാപ്പിൽ വന്നതിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഈ NSS കുട്ടികളെ സ്വയം പര്യാപ്തത പഠിപ്പിക്കുക, അതായത് ഇപ്പോൾ നമ്മൾ വളരെയധികം ഈ ഓൺട്രപ്രണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് NSS നൽകുന്നുണ്ടോ, സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സംരംഭകത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ NSS ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന ചലഞ്ചുകൾ, ഫുഡ് ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു വിദ്യാലയം ഒരു വലിയ ഭക്ഷ്യമേളയിലേക്ക്
നീങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സംരംഭകത്വം വളർത്തിയെടുക്കാനുള്ള പരിപാടികളിലേക്കാണ് നമ്മൾ ഇത്തവണ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സർ, അപ്പോൾ എനിക്ക് അതിനോട് ചേർന്നൊരു സംശയമുള്ളത്, ഈ സംരംഭത്വം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇവരുടെ ഈ പ്രോഡക്ട്സ്, അതായത് ഇപ്പം നമ്മൾ എന്ത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, കുറേ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ഫൈനൽ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് നമുക്ക് അതിനെ അവർക്കത് മാർക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും കൃത്യമായിട്ട് ആ പൈസ വിനിയോഗിക്കാൻ, അതും ഒരു റെസ്പോൺസിബിൾ സിറ്റിസൻ്റെ ജോലിയാണല്ലോ, കിട്ടുന്ന പൈസ വൃത്തിയായിട്ട് കൈകാര്യം, അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് NSS ശ്രമിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയാം. ഇവിടെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു NSSൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത സൂചിപ്പിച്ചു. പലതും സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒക്കെ വിറ്റഴിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ NSSൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ വെള്ളത്തൂവൽ സ്കൂളിലായിരുന്നു, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളത്തൂവിലായിരുന്നു, ഇടുക്കി ജില്ലയിൽ. അവിടെ നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ച തുക കൊണ്ടാണ് ഒരു സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിക്കുകയും കഴിഞ്ഞ മാർച്ച് 31 അതിൻ്റെ താക്കോൽ കൊടുക്കുകയും ചെയ്ത ഒരു പ്രവർത്തനം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പിന്നെ മറ്റൊന്ന് മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് 2018 പ്രളയകാലത്തൊക്കെ സ്ക്രാപ്പ് ചലഞ്ച് നടത്തിക്കൊണ്ടാണ് നിരവധി വീടുകൾ അവിടെ നിർമ്മിക്കുകയുണ്ടായത്. അപ്പോൾ അത്തരത്തിൽ പണം സമാഹരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. സാർ, അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക്, ഇപ്പോൾ ഈ ബിരിയാണി ചാലഞ്ച് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെയാണോ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്? അതെ, അവർ ഓർഡർ എടുക്കുന്നതിലും അതോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യുന്നതിലും ഒക്കെ ആയിരിക്കും കൂടുതലും അവർ രക്ഷകർത്താക്കളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ അതിൻ്റെ പാചകവും മറ്റു കാര്യങ്ങളും ഒക്കെ പോവുക ചെയ്യുന്നത്. കാരണം അത് ഒരു വിദഗ്ധ സഹായം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ സാർ, അതുപോലെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിൽ NSS വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഏത് തരത്തിലാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ? കാരണം ഈ ഒരു വീട് നിർമ്മിച്ച് ഒരു സഹപാഠിക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് പൈസയും അതുപോലെ അധ്വാനവും ഒക്കെ വേണ്ട കാര്യമാണ്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? അത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതലും ധനസമാഹരണത്തിൽ കുട്ടികളുടെ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെ നിർമ്മാണങ്ങളിലും ഈ പറഞ്ഞ പോലെ അത് സാങ്കേതിക തികവോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഭവന നിർമ്മാണം. അപ്പോൾ എങ്കിൽ കൂടിയും ഇപ്പോൾ അതിൽ മണലെത്തിക്കുക, സിമെൻറ്റ് കട്ടയാണെങ്കിൽ അത് ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആണ് കൂടുതലും അവരെ നമ്മൾ പിന്നെ പെയിൻറ്റിങ്, അതിൽ കുട്ടികളെ ഉപയോഗിക്കാൻ രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലംബിങ്, അത്തരത്തിലുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിലൂടെ അവർ അത്തരം അറിവുകൾ നേടുന്നുമുണ്ട്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്താണ്, അവർ അറിഞ്ഞോ അറിയാതെയോ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, നമ്മൾ വളരെ ഈസി ആയിട്ട് NSS ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ നമുക്കും അറിയാം ഒട്ടും എളുപ്പം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് അധ്വാനവും നമ്മുടെ എഫേർട്ടും ഒക്കെ ഇതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ എത്രത്തോളം ശ്രമകരമാണ്. കാരണം ഇപ്പോൾ സാറ് സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതെല്ലാം കേരളം മുഴുവൻ കൃത്യമായി അതിനൊരു ഏകോപനവും നടത്തിപ്പും ഒക്കെ വേണമല്ലോ. അപ്പോൾ എത്രത്തോളം ശ്രമകരമാണ്. കാരണം ഈ ഒരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അത് കൃത്യമായിട്ട് ചെയ്തു വരിക, അത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി 10-25 മാർക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതാണ് ഹയർ സെക്കൻഡറി 12ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ. അപ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. അപ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ആ ഒരു ടാസ്ക് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിദ്യാഭ്യാസ വകുപ്പ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. കാരണം അതിന് ഏറ്റവും താഴെ തട്ടിൽ ഗ്രാമാന്തരങ്ങളിൽ സംവിധാനങ്ങളുണ്ട്, ഓഫീസുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മന്ത്രി അടക്കമുള്ളവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമുണ്ട്. നമ്മുടെ ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പിന്തുണയുണ്ട്. ഹയർ സെക്കൻഡറിക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റുകളുണ്ട്, RDD ഓഫീസുകളുണ്ട്. 2 ജില്ലയിൽ ഒരു RDD ഓഫീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ RDDമാരുടെയൊക്കെ ഒരു മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. പിന്നെ പ്രിൻസിപ്പൽമാരുണ്ട്, പ്രോഗ്രാം ഓഫീസർമാരുണ്ട്, അതോടൊപ്പം തന്നെ PTA, SMC
ഇതൊക്കെ വലിയ പിന്തുണയാണ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂടിയാലോചനയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ വളരെ ആവേശത്തിലാണ് പ്രോഗ്രാം ഓഫീസർമാരൊക്കെ വളരെ ആവേശത്തിൽ പ്രവർത്തിക്കുന്നു. അവരെ സഹായിക്കാൻ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്കാണ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വളരെ കൂളായിരിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ടീം ഒപ്പമുള്ളതുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി എന്നാൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസമാണുള്ളത്. സാറേ, നമ്മൾ സാധാരണഗതിയിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ മോറൽ സയൻസ് പോലുള്ള ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ തിയറിറ്റിക്കലി ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നന്മ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സിലബസിൽ പഠിക്കുന്നു, അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ നമ്മൾ എന്താണോ പഠിച്ചത് അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് കൂടിയാണല്ലോ NSS കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ പാഠ്യപദ്ധതിയെ NSS കോംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? പാഠ്യപദ്ധതിയെ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് നാഷണൽ സർവീസ് സ്കീമിനുള്ളത്. കാരണം നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും കരിക്കുലത്തിലും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം ആശയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാനവികത, മതേതര മൂല്യങ്ങൾ, ജനാധിപത്യം, അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കാരണം NSSൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത് പോലും വിദ്യാർത്ഥികളും പ്രോഗ്രാം ഓഫീസർമാരും പ്രിൻസിപ്പളും PT ഒക്കെ ചേർന്നിരുന്ന് ഉള്ള ഒരു ചർച്ചയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ജനാധിപത്യ രീതിയിൽ തന്നെ ആണ്. അതോടൊപ്പം തന്നെ അത്തരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഏറ്റവും അടിസ്ഥാനപരമായ NSSൻ്റെ ആശയം തന്നെ ഗാന്ധിസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ മൂല്യബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കാൻ NSSലൂടെ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ സാർ, നമുക്ക് ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ആ കോളിലേക്ക് പോയിട്ട് അടുത്ത ചോദ്യത്തിൽ വരാം സാർ. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനന്യ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ അനന്യ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ +2 NSS വോളണ്ടിയർ ആണ്. NSS വോളണ്ടിയർ ആണ്. അപ്പോൾ സാർ സംസാരിച്ചോളൂ സാറിനോട്. സാറിനോട് ചോദിക്കാനുള്ളത്, നമുക്ക് കഴിഞ്ഞ വർഷം ഇതിനു മുമ്പ് ആക്ഷൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്തവണ ജൂൺ 2-നാണ് സ്കൂൾ തുറന്നത്. സ്കൂൾ തുറന്നപ്പോൾ മുതൽ ഓരോ സ്കൂളിനും തനതായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ അടുത്ത ആഴ്ച തന്നെ നമ്മുടെ ആക്ഷൻ പ്ലാൻ നമ്മൾ നൽകും. ഒരു അഡ്വൈസറി യോഗം ചേരാനുണ്ട്. അത് ചേർന്ന് അംഗീകരിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ആക്ഷൻ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകും. മിക്കവാറും നമ്മുടെ ഓണാവധി കഴിഞ്ഞ് എത്തുന്നതോടുകൂടി ഫുൾ സ്വിങ്ങിൽ നമുക്ക് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ അനന്യ, താങ്ക് യു. വളരെ ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു NSS വോളണ്ടിയറാണ് നമ്മളോടിപ്പോൾ ചോദ്യം ചോദിച്ചത്. ഒരുപാട് സന്തോഷം സാർ. ഈ 2 ചോദ്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്ത് ചോദിക്കാനുള്ളത്, ഒന്ന് NSS പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് അതോറിറ്റീസിന്, സ്കൂൾ അധ്യാപകർക്കൊക്കെ അവർ നോർമലി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? 2, ഇപ്പോൾ കുട്ടികൾ സാധാരണഗതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം NSS വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന സമയത്ത് അവർ നേരിടുന്ന എന്തെങ്കിലും ചെറിയ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? അപ്പം ഈ 2 ചോദ്യം, 2 പേരുടെ സ്റ്റുഡൻസിൻ്റെ ചാലഞ്ചസും ഇതിൻ്റെ ഒരു എന്താ പറയുക നടത്തിപ്പ് മാനേജ് ചെയ്യുന്ന അവരുടെ ഭാഗത്തുണ്ടാവുന്ന ചാലഞ്ചസ് ഒന്ന് പറയാമോ? കുട്ടികളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമയം തന്നെയാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഒരു അക്കാദമി വർഷം അവർക്ക് ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. അക്കാദമിക പ്രവർത്തനങ്ങളുണ്ട്, പാഠ്യേതര പ്രവർത്തനങ്ങളായിട്ടുള്ള കലാ പ്രവർത്തനങ്ങളുണ്ട്, കലോത്സവത്തിൽ തയ്യാറെടുക്കേണ്ടതുണ്ട്, കായികോത്സവത്തിൽ അവർക്ക് തയ്യാറെടുക്കേണ്ടി വരുന്നു, ശാസ്ത്രമേളകളിൽ IT മേള ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ അവർക്ക് പങ്കാളിയാവേണ്ടി വരുന്നു. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് എൻട്രൻസ് കോച്ചിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അവധി ദിനങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും അതൊക്കെ അവർ തീർച്ചയായിട്ടും അവരുടെ ഭാവിക്ക് അനിവാര്യമായ സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ചലഞ്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് സമയം തന്നെയായിരിക്കും. ഇനി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ NSSൻ്റെ ഈ ചിട്ടവട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പ്രവർത്തനങ്ങളുടെ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇത്തവണ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാനൊന്ന് വിലയിരുത്തുമ്പോൾ പ്രവർത്തനങ്ങളുടെ ഒരു ആധിക്യം ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ
പ്രവർത്തനങ്ങൾ, കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, NSS സെല്ല് ഡിസൈൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പ്രവർത്തനങ്ങൾ NSS അണിചേരേണ്ടി വരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തനങ്ങളുടെ ഒരു ആധിക്യം ഉണ്ടോ എന്നുള്ള ഒരാശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നോർമലൈസ് ചെയ്യാനുള്ള ഒരു ചിന്തയും ചർച്ചയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ NSSൻ്റെ ഭാഗമായി വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഒരു 2 years, ഇപ്പം നമുക്കിപ്പോൾ ഹയർ സെക്കൻഡറി മാത്രം എടുക്കാം, +1 +2 കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ഒരു മേജർ ലേണിംഗ് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ഇൻഡിവിജ്വൽ, അവരുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അത് ഏതൊക്കെ തരത്തിലും ഏതൊക്കെ തലങ്ങളിലുമാണെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനമായിട്ടും അവർ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തന്നിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിക്കാനും മറ്റുള്ളവൻ്റെ പ്രശ്നം, കാരണം NSSൻ്റെ ആപ്തവാക്യം തന്നെ നോട്ട് മീ ബട്ട് യു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനല്ല മറ്റുള്ളവർക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലാണ് NSS ആശയപരമായി തന്നെ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും, മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായത്. നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, അതിപ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലടക്കം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലായാലും സ്കൂളിലായാലും സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴും ജോലി സ്ഥലത്തായാലും, അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും ജീവിത വെല്ലുവിളികളെയൊക്കെ എന്ത് ചെയ്യുക, നേരിടാനുള്ള ഒരു കഴിവ്, പ്രാപ്തി, അതോടൊപ്പം തന്നെ ഒരുപാട് അവസരങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തിറക്കം തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലേക്കുമൊക്കെ എന്നാണ് ഇത്തരത്തിൽ 73ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ വന്നതിന് ശേഷം വലിയ അവസരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംവരണമൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നാടിന് ഒരുപാട് നേതാക്കളെ, ലീഡേഴ്സിനെ വേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ NSS വോളണ്ടിയേഴ്സിന് വലിയൊരു സാധ്യതയാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അറിവും കഴിവും തീർച്ചയായിട്ടും പ്രകടിപ്പിച്ചാൽ അതിന് ഭാവിയിൽ അവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങളും കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സാന്ദ്ര. എവിടുന്ന് വിളിക്കുന്നു? MVHSS അരിമാന സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. NSS വോളണ്ടിയർ ആണല്ലേ? അതെ അതെ ആണ്. ഓക്കെ, സാർ ഉണ്ട്, സംസാരിച്ചോളൂ. NSSന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ NSSനെ പറ്റി എനിക്ക് കൂടുതൽ ഐഡിയ വേണമായിരുന്നു. NSS എന്താണെന്നും NSSൽ ചേർന്നാൽ എന്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ. നമ്മൾ ഇന്ന് പ്രോഗ്രാമിൽ തുടക്കം മുതൽ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിലും സാറ് വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരും കേട്ടോ. സാർ ഒന്ന് ബ്രീഫായിട്ടൊന്ന്. NSSന് സമയപരിമിതി ഉണ്ടെങ്കിലും NSSനെ സംബന്ധിച്ച് നമുക്ക് ഓരോ കുട്ടിയുടെയും വ്യക്തിത്വം പരമാവധി പ്രകാശിപ്പിക്കാൻ അനുഗുണമായിട്ടുള്ള പരിപാടികളാണ് നാഷണൽ സർവീസ് സ്കീം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരമുണ്ട്. ക്യാമ്പസിൽ ഗാർഡൻ സെറ്റ് ചെയ്യുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അത്തരത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ NSSൻ്റെ തെളിമ പോലുള്ള പ്രവർത്തനങ്ങളുണ്ട്. കാരണം പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾ നമുക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരമാവധി എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും വിജയിക്കട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പരമാവധി കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുന്ന പരിപാടികൾ നമ്മൾ ക്യാമ്പസിൽ നടത്തുന്നുണ്ട്. കൃഷി പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ഒരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്തുവാൻ നമ്മൾ കാർഷിക പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് മിക്കവാറും ക്യാമ്പസുകളിൽ നമുക്കറിയാം ഒട്ടേറെ വിളകൾ. ഇന്നലെ MRS കട്ടയില സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു പഴത്തോട്ടം അവർ സജ്ജീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ക്യാമ്പസിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്താൻ, അതോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി നമുക്ക് സമൂഹത്തെ സേവിക്കാനുള്ള വലിയ അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പളും പ്രോഗ്രാം ഓഫീസറും ഒക്കെ തന്നെയും കൃത്യമായി ഈ ദിവസങ്ങളിൽ, ഈ ഒരാഴ്ച അതിനുള്ള ടൈമാണ്. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എൻറോൾമെൻറ്റ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഓഗസ്റ്റ് 20 വരെയാണ് ഈ വർഷം നമുക്ക് എൻറോൾമെൻറ്റിന് അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് സ്കൂളിൽ നിന്ന് തന്നെ 2 തരത്തിൽ ലഭിക്കും. ഏതായാലും NSSൽ വോളണ്ടിയർ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് സാറിന് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ.
നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഒരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനവും രാജ്യത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും പരമാവധി കുട്ടികളെ അണിചേർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറിയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു 1300ഓളം വിദ്യാലയങ്ങളിലായിട്ട് 1500ലധികം യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തവും മേൽനോട്ടവും ഒക്കെ ഉണ്ട്. കാരണം കുട്ടികൾ ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നത് സ്വന്തം സ്കൂളിലല്ല, മറ്റേതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും. അപ്പോൾ ഒരു നാടിൻ്റെ ഒരു രക്ഷാകർത്തത്വം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. NSS വോളണ്ടിയേഴ്സ് ഉണ്ടാവണം. അവർ നാടിനൊപ്പം നിൽക്കുമ്പോൾ ആ വോളണ്ടിയേഴ്സിനെയും കുട്ടികളെയും ചേർത്ത് പിടിക്കാൻ നാട്ടുകാരും ഒപ്പം ഉണ്ടാവണം. എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാവണം. അത് ഈ ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സെല്ലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എംപതി, അതുപോലെ ടീം വർക്ക്, ലീഡർഷിപ്പ്, അങ്ങനെ ഒരു കുഞ്ഞിനെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും, അതിന് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ആശയമാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. മികച്ച പൗരന്മാരെ സൃഷ്ടിക്കുക, മികച്ച രാജ്യത്തെ സൃഷ്ടിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ആണ് രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ അല്ലേ. അപ്പം നല്ല സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് രാജ്യം കൂടുതൽ മികവിലേക്ക് പോകുന്നത്. അപ്പം കൂടുതൽ മികവാർന്ന ഒരുപാട് നല്ല സിറ്റിസൺസിനെ സൃഷ്ടിക്കാൻ NSSന് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു സർ. താങ്ക് യു. കേരള കണക്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.